കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മുഗൾ അഡ്മിനിസ്ട്രേഷന്റെ അവസാന ഭാഗം അല്ലെ, അതാണ് നമ്മൾ പറഞ്ഞത്. ജാഗീർദാരി സിസ്റ്റം വരെ, ജാഗീർദാരി സിസ്റ്റം, മാൻസബ്ദാരി സിസ്റ്റം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനമായിട്ട് പറഞ്ഞത്. അതൊക്കെ മുഗൾ അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ടതാണ്. അപ്പൊ ഈ യൂണിറ്റിൽ നിന്ന് നമ്മൾ രണ്ട് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തു. സൽത്തനത്ത് അഡ്മിനിസ്ട്രേഷൻ, സൽത്തനത്ത് ഭരണം, അതേപോലെ മുഗൾ ഭരണം, രണ്ടും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ചോള അഡ്മിനിസ്ട്രേഷൻ ആണ്, ചോള ഭരണം. ശ്രദ്ധിക്കുക, താരതമ്യേന കമ്പാരിറ്റീവ്ലി നമ്മൾ സൽത്തനത്ത് ഭരണവും മുഗൾ ഭരണവുമായി കമ്പയർ ചെയ്യുമ്പോൾ അത്ര തന്നെ പഠിക്കാൻ ഇവിടെ ഇല്ല, കുറച്ച് കണ്ടന്റ് കുറവാണ്. അപ്പോൾ ആ ഒരു ആശ്വാസത്തോടു കൂടി തന്നെ നമുക്ക് ക്ലാസ് തുടങ്ങാം. ദി ചോള അഡ്മിനിസ്ട്രേഷൻ, ചോള ഭരണം. ശ്രദ്ധിക്കുക, ദി ചോളാസ് were the predominant political power of South India between 9th and 14th centuries. ഈ ഒരു 9 മുതൽ 14 നൂറ്റാണ്ട് വരെയുള്ള കാലഘട്ടത്തിൽ, 9 മുതൽ 14 നൂറ്റാണ്ട് വരെയുള്ള ഈ ഒരു കാലഘട്ടത്തിലെ സൗത്ത് ഇന്ത്യയിലെ വളരെ പ്രബലമായ ഒരു ശക്തിയായിരുന്നു ചോളന്മാർ എന്ന് പറയുന്നത്. ഓക്കെ, the country was ruled by a central government which included the king as the sovereign authority, ministers as advisors and the officers. അതായത് നമ്മൾ മുഗൾ അഡ്മിനിസ്ട്രേഷനിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെയും ആരാണ് ഏറ്റവും പരമമായ അധികാരി എന്ന് പറയുന്നത്? അത് രാജാവ് തന്നെയാണ്. ഓക്കെ, കിങ് ആണ് സുപ്രീം പവർ എന്ന് പറയുന്നത്, സോവറീൻ അതോറിറ്റി അത് രാജാവ് തന്നെയാണ്. അദ്ദേഹത്തെ സഹായിക്കാൻ ആരുണ്ട്? മിനിസ്റ്റേഴ്സ് ഉണ്ട്, അതേപോലെ ഉദ്യോഗസ്ഥന്മാരും ഉണ്ട്, ഓഫീസേഴ്സും ഉണ്ട്. ഓക്കെ, ഉപദേശകരായിട്ട് മന്ത്രിമാരും അതേപോലെ മറ്റു ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. And they followed the patrilineal system of inheritance. ശ്രദ്ധിക്കണം, ചോള റൂളേഴ്സ് എന്താ ഫോളോ ചെയ്തത്? പാട്രിലീനിയൽ സിസ്റ്റം ഓഫ് ഇൻഹെറിറ്റൻസ്. എന്താ പാട്രിലീനിയൽ എന്ന് പറഞ്ഞാല്? അതായത് പുരുഷന്മാരിലൂടെയാണ് അധികാര കൈമാറ്റം നടത്തിയിരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, രാജാവ് മരണപ്പെട്ടാൽ അല്ലെങ്കിൽ ഒരു രാജാവിന്റെ കാലശേഷം രാജാവിന്റെ ആൺമക്കളാണ് പിന്നീട് ഭരണം നടത്തുക. ആ രൂപത്തിൽ പുരുഷ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു ഭരണമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മൾ എന്ത് പറയാം? മാട്രിലീനിയൽ. ഓക്കെ, മാട്രിലീനിയൽ എന്ന് പറയും. അതായത് മലയാളത്തിൽ പറയുകയാണെങ്കിൽ പാട്രിലീനിയൽ സിസ്റ്റത്തിനെ നമുക്ക് മക്കത്തായം എന്ന് പറയാം. മാട്രിലീനിയൽ ആണെങ്കിൽ മരുമക്കത്തായം എന്ന് പറയും. അതായത് മാട്രിലീനിയൽ എന്ന് പറയുമ്പോൾ മാതാവിന് ശേഷം പെൺമക്കള്, അവരിലൂടെയായിരിക്കും പിന്നെ അധികാര കൈമാറ്റം, സ്ഥാന കൈമാറ്റം, സ്വത്ത് കൈമാറ്റം ഒക്കെ അങ്ങനെയാണ്. പെൺമക്കൾക്ക് കൂടുതൽ പ്രാധാന്യമുള്ള സിസ്റ്റമാണ് മാട്രിലീനിയൽ. ഇവിടെ എന്താ ഉണ്ടായിരുന്നത്? ചോള ഭരണത്തില് പാട്രിലീനിയൽ സിസ്റ്റം ആണ് ഉണ്ടായിരുന്നത്. പാട്രിലീനിയൽ സിസ്റ്റം ഓഫ് ഇൻഹെറിറ്റൻസ്, പിന്തുടർച്ച ആൺമക്കളിലൂടെയാണ്. ദി ചോള അഡ്മിനിസ്ട്രേഷൻ വാസ് റെഗുലേറ്റഡ് ത്രൂ റോയൽ ഡിക്രീസ്. ചോള ഭരണം നിയന്ത്രിക്കപ്പെട്ടിരുന്നത് എങ്ങനെയാണ്? ത്രൂ റോയൽ ഡിക്രീസ് എന്ന് പറഞ്ഞിട്ടാണെങ്കിൽ രാജശാസനങ്ങളിലൂടെ, രാജകൽപ്പനകൾ, രാജാവിന്റെ ഉത്തരവുകൾ, കൽപ്പനകൾ, ഓർഡേഴ്സ്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? റോയൽ ഡിക്രീസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള റോയൽ ഡിക്രീസിലൂടെ, രാജശാസനങ്ങളിലൂടെയാണ് പിന്നെ രാജ്യത്തിന്റെ ഭരണം, ചോള ഭരണം മുന്നോട്ട് പോയിരുന്നത്, അല്ലെങ്കിൽ ചോള ഭരണം നിയന്ത്രിച്ചിരുന്നത്. അപ്പോ ദി ഓർഡേഴ്സ് ഓഫ് ദി കിങ് were circulated to other officers by an important officer known as ഒലൈ നായകം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, 1 മാർക്കിന് വരുന്ന ഒരു ചോദ്യമാണ്. ആരാണ് ഒലൈ നായകം? ദി ഓർഡേഴ്സ് ഓഫ് ദി കിങ് were circulated to other officers by an important officer known as ഒലൈ നായകം. നമ്മൾ നേരത്തെ പറഞ്ഞു ചോള അഡ്മിനിസ്ട്രേഷൻ, ചോള ഭരണം എങ്ങനെയാണ് നിയന്ത്രിക്കപ്പെടുന്നത്? ത്രൂ റോയൽ ഡിക്രീസ്, രാജാവിന്റെ ഓരോരോ ഉത്തരവുകളിലൂടെയാണ്, കൽപ്പനകളിലൂടെയാണ്, അല്ലെ? അങ്ങനെയുള്ള രാജാവിന്റെ ഉത്തരവുകൾ, റോയൽ ഡിക്രീസ് അല്ലെങ്കിൽ ആ ഒരു റോയൽ ഓർഡേഴ്സ് രാജ്യത്തുള്ള മറ്റു ഉദ്യോഗസ്ഥന്മാരിലേക്ക് എത്തിച്ചു കൊടുത്തിരുന്ന പ്രധാന ഉദ്യോഗസ്ഥനാണ് ഒലൈ നായകം. ഇന്നത്തെ പോലെ എന്തില്ല, വാർത്താ മാധ്യമങ്ങളോ കാര്യങ്ങളൊന്നും അന്നും ഇല്ലല്ലോ. ഇപ്പൊ രാജാവ് ഒരു നിയമം പുറത്തിറക്കിയാൽ, ഒരു ഉത്തരവ് പുറത്തിറക്കിയാൽ അത് മറ്റുള്ളവരിലേക്ക് എത്താൻ ഇന്നത്തെ പോലെ ടിവിയോ മൊബൈലോ മറ്റു സൗകര്യങ്ങളോ ഇല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ആ വാർത്ത, ആ നിർദ്ദേശങ്ങൾ മറ്റു ഉദ്യോഗസ്ഥന്മാരിലേക്ക് എത്തിച്ചിരുന്ന പ്രധാന ഉദ്യോഗസ്ഥനാണ് ഒലൈ നായകം എന്ന് അറിയപ്പെട്ടിരുന്നത്. അപ്പൊ ഒലൈ നായകം ഏതുമായി ബന്ധപ്പെട്ടതാണ്? ചോള അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പേരാണ് എന്നോർക്കുക. An important feature of the Chola administration was a strong military system including navy. ചോളന്മാരുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത പറയുന്നു, മുഗളന്മാരെ പോലെ അതേപോലെ സൽത്തനത്ത് ഭരണം പോലെ തന്നെ അവർക്ക് എന്തുണ്ടായിരുന്നു? ഒരു സ്ട്രോങ് മിലിറ്ററി സിസ്റ്റം ഉണ്ട്. അതിന്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് അവരുടെ നേവൽ ഫോഴ്സ് ആണ്, നേവിയാണ്. ഒരു നേവി എന്ന് പറയുകയാണെങ്കിൽ എന്താ? നാവികസേന, അല്ലെ? നാവികസേന, ശക്തമായ ഒരു നാവികസേന ആർക്കുണ്ടായിരുന്നു? ഈ ചോളന്മാർക്കുണ്ടായിരുന്നു എന്നിവിടെ പറയുന്നു. ഇനി ഈ ചോളന്മാരുമായി ബന്ധപ്പെട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാനുള്ള ഒരു കൺസെപ്റ്റ് ആണ്
വില്ലേജ് ഓട്ടോണോമി, ഗ്രാമ സ്വയംഭരണം എന്ന് നമുക്ക് പറയാം മലയാളത്തിൽ. ഗ്രാമ സ്വയംഭരണം, വില്ലേജ് ഓട്ടോണോമി. അതായത് പിന്നെ ചോള ഭരണത്തിന്റെ പ്രത്യേകതയാണ്, നമ്മൾ സൽത്തനത്ത് ഭരണവും അതേപോലെ മുഗൾ ഭരണവും ഒക്കെ പറഞ്ഞപ്പോൾ അവിടെ മെൻഷൻ ചെയ്യുന്നു. അവിടെ എന്തുണ്ട്? കേന്ദ്ര ഭരണം, സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ഉണ്ട്, അതേപോലെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ, പ്രാദേശിക ഭരണവും ഉണ്ട് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ. അതിനുവേണ്ടി സുബകള്, പർഗാനകള് അങ്ങനെയുള്ള പ്രദേശങ്ങളാക്കി തിരിച്ചു എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പൊ അതേപോലെ ഇവിടെ ചോള ഭരണത്തിൽ എന്തുണ്ടായിരുന്നു? വില്ലേജ് ഓട്ടോണോമി ആണ് ഉണ്ടായിരുന്നത്. വില്ലേജ് ഓട്ടോണോമി എന്ന് പറയുമ്പോൾ ഗ്രാമങ്ങൾക്ക് സ്വയം ഭരണാവകാശം ഉണ്ടായിരുന്നു. ഓരോ ഗ്രാമങ്ങളും സ്വയം ഭരണം, ആ ഗ്രാമത്തിന്റെ ഭരണം ആ ഗ്രാമങ്ങളിൽ തന്നെ നടക്കുന്ന ഒരു രീതി, അതാണ് വില്ലേജ് ഓട്ടോണോമി. അത് എന്തിന്റെ പ്രത്യേകതയാണ്? ചോള അഡ്മിനിസ്ട്രേഷന്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് വില്ലേജ് ഓട്ടോണോമി, ഗ്രാമ സ്വയംഭരണം എന്ന് പറയപ്പെടുന്ന സംഭവം. ഓക്കെ. അപ്പോൾ വില്ലേജ് ഓട്ടോണോമി എന്നതാണ്, അല്ലെങ്കിൽ ഗ്രാമ സ്വയംഭരണം എന്നതാണ് ചോള അഡ്മിനിസ്ട്രേഷന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഈ ഒരു വില്ലേജ് ഓട്ടോണോമിയാണ്, ഗ്രാമ സ്വയംഭരണമാണ് കേട്ടോ. അപ്പൊ അതിൽ ഒരു ബോക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിന്റെ താഴെ ഈ ഒരു കാര്യം നമ്മൾ മൊത്തമായിട്ട് വായിച്ചു നോക്കേണ്ട കാര്യമില്ല. താഴെ പറയുന്നുണ്ട് എ പോർഷൻ ഓഫ് ദി ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ. ഇവിടെ കൊടുത്തിട്ടുള്ള എന്താണ്? ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷന്റെ ഒരു ഭാഗമാണ് കൊടുത്തത്. ഓക്കെ, ഇനി വായിക്കുന്നെങ്കിൽ ജസ്റ്റ് വായിക്കാം. ആസ് പെർ ദി ഡിസിഷൻ ടേക്കൺ ബൈ ദി കോമൺ സഭ അറ്റ് ദി മീറ്റിംഗ് ഹെൽഡ് അറ്റ് ദി ഗ്രാമസഭ മന്ദിരം ചതുർവേദി മംഗലം ഉത്തരമേരൂർ, ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ടു elect representatives to the various committees in accordance with the rules laid down by the ഗ്രാമസഭ. ഓക്കെ, അപ്പോ ഗ്രാമസഭ എന്നൊക്കെയുള്ള സംഭവം നമ്മൾ കാണുന്നുണ്ട്, നമ്മുടെ നാട്ടിൽ ഉണ്ടാവാറുണ്ട് ഗ്രാമസഭകളൊക്കെ അല്ലെ. അപ്പൊ ഇതൊക്കെ ഓരോ പ്രദേശത്തിന്റെയും ഭരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ ഇത് ഈ പിന്നെ നമ്മൾ വായിച്ചിട്ടുള്ള സംഭവം എന്താണ്? പോർഷൻ ഓഫ് ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ, ഉത്തരമേരൂർ ശാസനത്തിന്റെ ഒരു ഭാഗമാണ്. ഇതാ വലതുഭാഗത്ത് ഒരു ചിത്രം നിങ്ങൾക്ക് കാണാം, ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ. അപ്പൊ ഇൻസ്ക്രിപ്ഷൻ എന്താന്നുള്ളത് നിങ്ങൾക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെയുള്ള ചുമരിന്റെ മുകളിൽ, കല്ലിന്റെ മുകളിലൊക്കെ കൊത്തി വെക്കുന്ന ആ ലിഖിതങ്ങളാണ്, എഴുത്തുകളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇൻസ്ക്രിപ്ഷൻസ്, ലിഖിതങ്ങൾ എന്ന് നമ്മൾ വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ അത്തരത്തിലുള്ള ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന ഒരു ലിഖിതത്തിലെ വരികളാണ് നമ്മളിപ്പോ വായിച്ചത്. അപ്പൊ ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? നമുക്ക് അതാ പഠിക്കാനുള്ളത്. ദി given above is an excerpt from Uttaramerur inscription that gives information about village autonomy, which was the most important feature of Chola administration. ചോള ഭരണത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയായ വില്ലേജ് ഓട്ടോണോമിയെ പറ്റി നമുക്ക് ഇൻഫർമേഷൻ തരുന്ന ഒരു സോഴ്സ് ആണ്, ഉറവിടം, സ്രോതസ്സാണ് ഇത് ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ. അപ്പൊ ഇവിടെ നിങ്ങൾ ഓർക്കേണ്ടത് ഉത്തരമേരൂർ ഒരു മാച്ചിറ്റി ബോക്സിലേക്ക് കണക്കാക്കി പഠിക്കുക. അതായത് ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ, ഉത്തരമേരൂർ ശാസനം, അത് എന്തിനെ പറ്റി പറയാണ്? വില്ലേജ് ഓട്ടോണോമിയെ പറ്റി പറയുന്ന ഇൻസ്ക്രിപ്ഷൻ ആണ്. അത് ഏത് ഭരണത്തിലാണ്? ചോള അഡ്മിനിസ്ട്രേഷൻ. അത് മൂന്നും കണക്ട് ചെയ്തുകൊണ്ട് പഠിക്കുക. ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ എന്തിനെ പറ്റി പറയുന്നു? വില്ലേജ് ഓട്ടോണോമിയെ പറ്റി പറയുന്നു. എവിടുത്തെ? ചോള അഡ്മിനിസ്ട്രേഷനിലെ വില്ലേജ് ഓട്ടോണോമിയെ പറ്റി പറയുന്ന നമുക്ക് ഇൻഫർമേഷൻ തരുന്ന സോഴ്സ് ആണ് ഉത്തരമേരൂർ ലിഖിതം, ഉത്തരമേരൂർ ശാസനം. ഓക്കെ, then next let's see the important features of village autonomy of Chola period. അപ്പൊ വില്ലേജ് ഓട്ടോണോമിയെ പറ്റിയാണല്ലോ ആ ഉത്തരമേരൂർ ഇൻസ്ക്രിപ്ഷൻ പറയുന്നത്. അപ്പൊ ഈ ചോളന്മാരുടെ വില്ലേജ് ഓട്ടോണോമിയെ പറ്റി അല്ലെങ്കിൽ അവരുടെ ഗ്രാമ സ്വയംഭരണത്തെ പറ്റി നമുക്ക് കുറച്ചും കൂടി വിശദമായിട്ട് നോക്കാം. For the sake of administration, the Chola kings divided the country into mandalams, valanadus, nadus and kottams. ഭരണ സൗകര്യത്തിനായിട്ട് മുഗളന്മാരും സുൽത്താൻമാരൊക്കെ ചെയ്തതുപോലെ തന്നെ ചോള ഭരണാധികാരികളും എന്ത് ചെയ്തു? രാജ്യത്തെ പല ഭാഗങ്ങളായി വിഭജിച്ചു. എന്തൊക്കെയാ പേരുകള്? മണ്ഡലം, വളനാടു, നാടു, കൊട്ടം. മണ്ഡലംസ്, മണ്ഡലങ്ങള്, വളനാടുകള്, നാടുകള്, കൊട്ടം അല്ലെ. A group of autonomous villages formed a കൊട്ടം. കൊട്ടം എന്ന് പറഞ്ഞാൽ എന്താ? A group of autonomous villages ആണ്. അതായത് സ്വയം ഭരണാധികാരമുള്ള ഒരു കൂട്ടം ഗ്രാമങ്ങൾ ചേർന്നതാണ് എന്ത്? കൊട്ടം എന്ന് പറയുന്നത്. ഓക്കെ, all the responsibilities and authorities relating to the administration of villages were vested with the people of the villages. അതായത് ഓരോ വില്ലേജിന്റെയും ഓരോ ഗ്രാമത്തിന്റെയും എല്ലാ അധികാരങ്ങളും ഭരണവും ഉത്തരവാദിത്വം ഒക്കെ
ആ ഗ്രാമത്തിലെ ജനങ്ങളിൽ തന്നെ നിക്ഷിപ്തമായിരുന്നു. ആ ഗ്രാമത്തിന്റെ ഭരണം ആ ഗ്രാമത്തിലെ ജനങ്ങൾ തന്നെയാണ് നടത്തുന്നത്. അതുകൊണ്ടാണ് ഓട്ടോണോമി എന്ന് പറയുന്നത്, സ്വയം ഭരണം എന്ന് പറയുന്നത്. അപ്പൊ ഈ ഭരണം നടത്താൻ വേണ്ടിയിട്ട് 2 കൗൺസിൽസ് നോൺ ആസ് ഊർ ആൻഡ് സഭ ഫങ്ഷൻഡ് ഫോർ ദി പർപ്പസ് ഓഫ് വില്ലേജ് അഡ്മിനിസ്ട്രേഷൻ. ഈ വില്ലേജ് അഡ്മിനിസ്ട്രേഷന്, ഗ്രാമത്തിന്റെ ഭരണത്തിന് വേണ്ടിയിട്ട് 2 കൗൺസിലുകൾ, 2 സമിതികൾ ഉണ്ടായിരുന്നു. അതിൽ ഒന്നിന്റെ പേര് ഊർ എന്നാണ്, മറ്റൊന്ന് സഭ. ഊരുകളും സഭകളുമായിരുന്നു. രണ്ടിനും ചെറിയ ഡിഫറൻസ്. രണ്ടും എന്താണ്, ജനങ്ങൾക്ക് ഈ ഒരു അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടുള്ള കൗൺസിൽസ് ആണ് അറ്റ് വില്ലേജ് ലെവൽ. അതിൽ പക്ഷേ ചെറിയ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? ദി പീപ്പിൾ ഓഫ് ദി ഹോൾ വില്ലേജ് വാസ് ഇൻക്ലൂഡഡ് ഇൻ ഊർ. ഊർ എന്ന് പറയുന്ന ഈ ഒരു കൗൺസിൽ, ആ ഒരു സമിതിയിൽ ആരൊക്കെയാണ്? ദി പീപ്പിൾ ഓഫ് ഹോൾ വില്ലേജ് വാസ് ഇൻക്ലൂഡഡ് ഇൻ ദി ഊർ. അതായത് ആ ഗ്രാമത്തിലുള്ള എല്ലാ മെമ്പേഴ്സും, ആ ഗ്രാമത്തിലുള്ള എല്ലാ ജനങ്ങളും ഉൾപ്പെട്ടതാണ് ഊർ എന്ന് പറയുന്ന സമിതി, കൗൺസിൽ. Whereas the Sabha was only a council of Brahmins. സഭ എന്ന് പറയുന്നതോ ബ്രാഹ്മിൻസ് മാത്രം ഉൾപ്പെട്ട സമിതിയാണിത്, സഭ എന്ന് പറയുന്നത്. അപ്പൊ ഊർ എന്ന് പറയുന്നത് ഗ്രാമത്തിലുള്ള ഓൾ ദി മെമ്പേഴ്സ് ആണ്. സഭ എന്ന് പറയുന്നത് ഓൺലി ദി ബ്രാഹ്മിൻസ് ആണ്, ബ്രാഹ്മിൻസ് മാത്രം. ഓക്കെ. ദീസ് കൗൺസിൽസ് അസംബിൾഡ് ഓൺ ദി പ്രമൈസസ് ഓഫ് ദി ടെമ്പിൾ. സാധാരണഗതിയിൽ ഈ യോഗങ്ങൾ, ഈ 2 സമിതികളും യോഗം ചേരാറുള്ളത് എവിടെയാണ്? ക്ഷേത്ര പരിസരങ്ങളിലാണ്. പ്രമൈസസ് ഓഫ് ദി ടെമ്പിൾ, ക്ഷേത്ര പരിസരങ്ങളിലാണ് ഈ ഊരുകളും സഭകളൊക്കെ യോഗം ചേരാറുള്ളത്. ദി ഫീച്ചേഴ്സ് ഓഫ് ദി സഭ ആർ ഗിവൺ ബിലോ. അപ്പോ ഊർ നമ്മൾ പറഞ്ഞു ആ വില്ലേജിലെ മുഴുവൻ മെമ്പേഴ്സും ആണ്. സഭ എന്ന് പറയുമ്പോൾ ബ്രാഹ്മിൻസ് മാത്രമാണ് അതിലെ മെമ്പേഴ്സ്. അപ്പൊ ആ സഭയുടെ കുറച്ച് ഫീച്ചേഴ്സ് ഇവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സ്? There were separate regulations for the functioning of Sabha. ഈ സഭയുടെ ഫംഗ്ഷനിങ്ങിന്, ഈ സഭയുടെ പ്രവർത്തനത്തിന് എന്തുണ്ട്? പ്രത്യേകം നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സഭയുടെ പ്രവർത്തനത്തിനായി പ്രത്യേകം നിയമങ്ങൾ ഉണ്ടായിരുന്നു. അതേപോലെ സഭ വാസ് ഡിവൈഡഡ് ഇൻ ടു മെനി പഞ്ചായത്സ് വിത്ത് സെപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. അതായത് എന്താ പറയുന്നത്? ഒന്നുകൂടി വായിക്കാം. സഭ was divided into many panchayats. സഭകളെ പല പഞ്ചായത്തുകളായി ഡിവൈഡ് ചെയ്തു. വിത്ത് സെപ്പറേറ്റ് റെസ്പോൺസിബിലിറ്റീസ് ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ്. എന്തിനു വേണ്ടിയിട്ട്? ഭരണ നിർവഹണത്തിന് വേണ്ടിയിട്ട് പല ചുമതലകൾ വീതിച്ചു കൊടുക്കാൻ. ഓക്കെ, ഭരണം എളുപ്പമാവാൻ വേണ്ടിയിട്ട് ഓരോ ചുമതലകൾ വീതിച്ചു കൊടുക്കാൻ വേണ്ടി സഭയെ എന്ത് ചെയ്തു? വിവിധ പഞ്ചായത്തുകളായി മുറിച്ചു. പിന്നെ the members of panchayats were determined through both selection and election. ഈ പഞ്ചായത്തിലുള്ള അംഗങ്ങളെ തെരഞ്ഞെടുത്തത് എങ്ങനെയാണ്? ഇലക്ഷൻ നടത്തി തെരഞ്ഞെടുത്തത്. അഥവാ തെരഞ്ഞെടുപ്പിലൂടെ നിശ്ചയിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ നറുക്കെടുപ്പിലൂടെ, സെലക്ഷൻ ഉദ്ദേശിക്കുന്നത് അതാണ്. അപ്പൊ ഇലക്ഷനിലൂടെയും സെലക്ഷനിലൂടെയും പഞ്ചായത്തിലെ മെമ്പേഴ്സിനെ തീരുമാനിച്ചിട്ടുണ്ട്. ദി മെമ്പേഴ്സ് were elected annually. അതേപോലെ അംഗങ്ങളെ തെരഞ്ഞെടുത്തത് എങ്ങനെയാണ്? എല്ലാ വർഷം, വർഷാവർഷം തെരഞ്ഞെടുക്കുന്നുണ്ട്. One person could serve as the member of the panchayat for a maximum of 3 consecutive terms. ഒരു മെമ്പർക്ക് തുടർച്ചയായിട്ട് 3 വർഷം, ഓക്കെ, അല്ലെങ്കിൽ തുടർച്ചയായി 3 തവണ മാത്രമേ മെമ്പർ ആയിരിക്കാൻ സാധിക്കുള്ളൂ. ഒരാൾക്ക് തുടർച്ചയായിട്ട് പരമാവധി 3 തവണ മാത്രമാണ് ഇതിൽ മെമ്പർ ആവാൻ അവകാശമുള്ളൂ എന്നാ പറയുന്നത്. ഓക്കെ. Then അടുത്ത പോയിന്റ്, those who were accused of crimes such as bribery and theft were not given the chance to contest in the election. അതായത് കൈക്കൂലിയോ കളവോ അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലുമൊക്കെ കുറ്റങ്ങൾ ആരോപിക്കപ്പെട്ട ആൾക്കാർക്ക് വീണ്ടും ഇലക്ഷനിൽ മത്സരിക്കാൻ അവകാശം ഉണ്ടായിരുന്നില്ല. The members of the Sabha were called പെരുമക്കൾ and the members of panchayats were known as വാരിയ പെരുമക്കൾ. ഓക്കെ, എന്താണ് വ്യത്യാസം? സഭയിലുള്ള മെമ്പേഴ്സിനെ വിളിക്കുന്ന പേര്, ബ്രാഹ്മിൻസ് ഉണ്ടല്ലോ, സഭയിലും പഞ്ചായത്തിലും ബ്രാഹ്മിൻസ് ആണ്. അപ്പൊ സഭയിലുള്ള മെമ്പേഴ്സിനെ വിളിക്കുന്ന പേര് പെരുമക്കൾ, പഞ്ചായത്തിലുള്ള മെമ്പേഴ്സിനെ വിളിക്കുന്ന പേര് വാരിയ പെരുമക്കൾ എന്നാണ്. അപ്പൊ ഇതൊക്കെയാണ് എന്ത്? സഭയുടെ ഫീച്ചേഴ്സ് ആണ്. ഇത്രയും പറഞ്ഞത് സഭയുടെ ഫീച്ചേഴ്സ് ആണ്. ഇനി താഴെ പറയുന്നതോ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പവേഴ്സ് ആണ് സഭയുടെ. ഓക്കെ, all the responsibilities and powers relating to the administration of villages were vested with the Sabha. സഭയിലാണ് ഒരു ഗ്രാമത്തിന്റെ ഭരണവുമായി ബന്ധപ്പെട്ട, വില്ലേജ് അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട എല്ലാ അധികാരങ്ങളും ആർക്കാണുള്ളത്? സഭയ്ക്കാണുള്ളത്. സോ ഇവിടെ നമ്മൾ പറയാൻ പോകുന്നത് റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പവേഴ്സ് ഓഫ് സഭ. സഭയുടെ ഉത്തരവാദിത്തങ്ങളും അധികാരങ്ങളും ചുമതലകളും ഒക്കെയാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പൊ എന്തൊക്കെയാ? നേരത്തെ പറഞ്ഞപ്പോ എന്താ മാറിപ്പോവരുത്, ഈ പറഞ്ഞിട്ടുള്ള പോയിന്റ്സ് ഒക്കെ സഭയുടെ ഫീച്ചേഴ്സ് ആണ്. സഭയുടെ
ഫീച്ചേഴ്സ് ആണ്, പ്രത്യേകതകളാണ്, സവിശേഷതകളാണ്. ഇനി പറയാൻ പോകുന്ന ഈ പോയിന്റ്സ് സഭയുടെ റെസ്പോൺസിബിലിറ്റീസ് ആൻഡ് പവേഴ്സ്, അധികാരങ്ങളും ചുമതലകളും ഉത്തരവാദിത്തങ്ങളും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാ അവരുടെ അധികാരങ്ങൾ? റിസീവ് ലാൻഡ് ഫോർ ദി ടെമ്പിൾസ്, ക്ഷേത്രങ്ങൾക്ക് വേണ്ടി ഭൂമി സ്വീകരിക്കുക, ക്ഷേത്രങ്ങൾക്ക് വേണ്ടിയിട്ട് ഭൂമി സ്വീകരിക്കുക. ദെൻ കളക്ട് ടാക്സ് ബൈ സർവേയിങ് ലാൻഡ്, ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നികുതി പിരിക്കുക, സർവേ നടത്തിയിട്ട് ഭൂമിന്റെ നികുതിയൊക്കെ പിരിക്കുക. അണ്ടർടേക്ക് പബ്ലിക് വർക്ക്സ് ഫോർ ദി വെൽഫെയർ ഓഫ് ദി പീപ്പിൾ, ജനങ്ങളെ ക്ഷേമത്തിന് വേണ്ടിയിട്ട് പബ്ലിക് വർക്ക്സ് ഒക്കെ നടത്തുക, അതായത് മരാമത്ത് പണികളൊക്കെ നടത്തുക, അതായത് പാലുണ്ടാക്കുക, റോഡ് ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള നല്ല വഴി ഉണ്ടാക്കുക, അങ്ങനെയൊക്കെയുള്ള കുളം ഉണ്ടാക്കുക, അങ്ങനെയുള്ള പബ്ലിക് വർക്ക്സ് ഒക്കെ പിന്നെ നോക്കി നടത്തുക. ദെൻ കീപ് അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സ്, രേഖകളും കണക്കുകളും ഒക്കെ സൂക്ഷിക്കുക. ദെൻ കണ്ടക്ട് ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ദി വില്ലേജ്, ഗ്രാമത്തിന്റെ നീതിന്യായ ഭരണം നിർവഹിക്കുക. കോടതിയും ജഡ്ജും ഒക്കെ ആ കൂട്ടത്തിലാണ് ഉണ്ടാവുക, സഭയിലാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പൊ ഗ്രാമത്തിന്റെ ജുഡീഷ്യൽ അഡ്മിനിസ്ട്രേഷനും ആരുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ആരുടെ പവറിൽ പെട്ടതാണ്? ഈ പറയുന്ന പിന്നെ സഭയുടെ അധികാരത്തിൽ പെട്ടതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. നമുക്ക് ഈ ഒരു ചോള അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ചോള അഡ്മിനിസ്ട്രേഷൻ. ഇതിന് ശേഷം നമുക്ക് പഠിക്കാനുള്ള 2 കാര്യങ്ങളും കൂടിയുണ്ട്. ഏതൊക്കെയാ? ഒന്ന് വിജയനഗര എംപയർ, വിജയനഗര എംപയർ, വിജയനഗര സാമ്രാജ്യം. ഓക്കെ, അതേപോലെ ഏറ്റവും അവസാനത്തേത് മറാത്ത അഡ്മിനിസ്ട്രേഷൻ ആണ്, മറാത്ത ഭരണം, മറാത്ത ഭരണം. ഓക്കെ, അപ്പൊ അത് രണ്ടും വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അത് രണ്ടും കൂടി പറഞ്ഞാൽ എന്തായി? ഈ യൂണിറ്റ് ഇവിടെ പിന്നെ കംപ്ലീറ്റ് ആവും. അപ്പൊ ഏതായാലും ഈ വിജയനഗര എംപയറിനെ കുറിച്ചും അതേപോലെ തന്നെ മറാത്ത എംപയറിനെ കുറിച്ചും നമുക്ക് അടുത്ത ക്ലാസ്സിൽ പിന്നെ പറയാം. ഏതായാലും ഇന്നത്തെ ക്ലാസ് നമ്മൾ ഈ ഒരു ചോള അഡ്മിനിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രം പറഞ്ഞുകൊണ്ട് കൺക്ലൂഡ് ചെയ്യാണ്. ഓക്കെ.